ജി വിജയരാഘവൻ, മുൻ പ്ലാനിംഗ് ബോർഡ് അംഗം, ഒപ്പം സംസ്ഥാനത്തിൻ്റെ സ്വപ്ന പദ്ധതിയായ ടെക്നോ പാർക്കിൻ്റെ മുൻ CEO കൂടിയാണ്. സാർ, ഗുഡ് മോർണിംഗ് സാർ. സാർ, നമ്മൾ ഈ സീ പ്ലെയിൻ പദ്ധതി വീണ്ടും ഒരു രണ്ടാം ഘട്ടത്തിൽ ചർച്ചയ്ക്കെടുക്കുന്നതാണല്ലോ കേരളം സമീപകാലത്ത് നമ്മൾ കണ്ടത്. ഇന്ന് ഞങ്ങൾ ഇത് സംബന്ധിച്ച ഈ വാർത്ത വീണ്ടും കൈകാര്യം ചെയ്യുന്നതിന് കാരണം ഇത് സംബന്ധിച്ച ഒരു റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിൽ കൃത്യമായി തന്നെ മത്സ്യപ്രജനനത്തെയോ മത്സ്യമേഖലയോ ബാധിക്കുന്നതല്ല കായൽ മേഖലയിൽ സീ പ്ലെയിൻ ലാൻഡിംഗ് എന്നതാണ്. എന്നാൽ ആഴം കുറഞ്ഞ ഇടങ്ങൾ ഒഴിവാക്കണമെന്നടക്കമുള്ള നിർദ്ദേശങ്ങൾ ശാസ്ത്രീയമായ സമിതി നൽകിയിട്ടുണ്ട്. ആ ശാസ്ത്രീയമായ സമിതിയുടെ റിപ്പോർട്ടിനും അപ്പുറം, അത് വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ്, അതിനുമപ്പുറം വീണ്ടും നമ്മളിത് ചർച്ച ചെയ്യുമ്പോൾ ഇതൊരു വീണ്ടും വിവാദത്തിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ടോ? നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളുടെ അവരുടെ കാഴ്ചപ്പാടുകളിൽ മാറ്റമുണ്ടായിട്ടില്ലേ? ശാസ്ത്രീയമായൊരു വിശകലനത്തിലേക്ക് എന്തുകൊണ്ട് അവർക്ക് തിരുത്തൽ വരുത്താൻ കഴിയുന്നില്ലെന്ന ചോദ്യം കൂടി ഉയരുന്നുണ്ട്. സാറ് ഈ കാര്യങ്ങളെ എങ്ങനെ കാണുന്നു? ഇതിലെ വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു കാര്യം, നമ്മൾ പലപ്പോഴും ഓരോ ഇഷ്യൂ എടുത്തത് കോൺട്രവേഴ്സി ആക്കി കേരളത്തിന് അതിന്റെ ബെനിഫിറ്റ് വരാതിരിക്കുക. കുറെ കഴിയുമ്പോൾ നമുക്ക് അതിന്റെ ഒരു ബെനിഫിറ്റ് ഉണ്ടെന്ന് തോന്നുക ചെയ്യുക. ഏത് കാലത്തും കേരളത്തിൽ വരുന്നത് കുറെ ആൾക്കാർ ഇങ്ങനത്തെ പദ്ധതികൾ എതിരായിട്ടുള്ളതാണ്. അതൊരു ശാസ്ത്രീയമായിട്ടുള്ള ഒരു ബേസിസ് അല്ല. കാരണം സീ പ്ലെയിൻ ഒരുപാട് രാജ്യങ്ങളിൽ ഒന്നാണ്. അവിടെ എങ്ങും ഇതുപോലെ മത്സ്യങ്ങളുടെ ഇതിനോ മത്സ്യബന്ധനത്തിനോ എന്തെങ്കിലും തടസ്സമായിട്ടുള്ള ഒരു ഇത് വന്നിട്ടില്ല. ഒരിടത്തും ഒരു ഫൈൻഡിങ് പോലും അതിനില്ല. മറ്റൊരു കാര്യം, ഇതിൽ നമ്മൾ ഇപ്പം അത് ഓരോ ഗ്രൂപ്പ് ആൾക്കാർ ഓരോ വാദങ്ങളാണ്. ഇപ്പൊ പലരും പറയുന്നത് ഇത് വളരെ സമ്പന്നർക്ക് വേണ്ടി മാത്രം ഉള്ളതാണ്. സമ്പന്നർക്കുള്ളതായിക്കോട്ടെ, പക്ഷെ അവര് കേരളത്തിലേക്ക് വരുമ്പോൾ അവരിവിടെ പൈസ ചെലവാക്കുക. അവരിവിടെ പൈസ ചെലവാക്കുമ്പോൾ അതിന്റെ ബെനിഫിറ്റ് സംസ്ഥാനത്തിന് കിട്ടുക. നമുക്ക് പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്ന് പറയുന്നത്, നമുക്ക് ഇവിടെ സർക്കാരിന് വരുമാനം വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ ബിസിനസ് വളരണം. അല്ലാതെ നമുക്ക് യു കാൻ ഡിസ്ട്രിബ്യൂട്ട് വെൽത്ത് വിത്തൗട്ട് ക്രിയേറ്റിംഗ് വെൽത്ത്. അപ്പൊ സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ വരുമാനം വരുന്ന കേരളത്തില് ആപ്പാടെ വരാൻ സാധ്യതയുള്ള ഒന്ന്, നമ്മുടെ കൊടുക്കുന്ന ടാക്സിൽ ഇവിടെ പൈസ ചെലവാക്കുന്ന പൈസ, അതുപോലെ തന്നെ GST മറ്റുള്ള വരുമാനമാണ്. അപ്പൊ അത് വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു എക്കോണമിയിൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള റിട്ടേൺ വരണം. നമുക്ക് ശരിക്കും എംപ്ലോയ്മെന്റ് ജനറേഷനും ബിസിനസ് പ്രൊമോഷനും ചെയ്യുകയാണെങ്കിൽ കേരളത്തിന് റിസോഴ്സസ് മൊബിലൈസ് ചെയ്ത് ആ റിസോഴ്സസ് മറ്റ് ക്ഷേമ പദ്ധതികൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. സീ പ്ലെയിനിന്റെ സ്പെസിഫിക് ആയിട്ട് എടുക്കുകയാണെങ്കിൽ അത് അന്ന് തന്നെ ഒരു അൺനെസസറി കോൺട്രവേഴ്സി ആയിരുന്നു. അത് അന്നേ നടക്കേണ്ടതായിരുന്നു. പക്ഷെ ഇപ്പൊ ഗവൺമെന്റ് അതുമായിട്ട് മുന്നോട്ട് പോകുന്നത് നല്ല കാര്യമാണ്. അത് എനിക്ക് തോന്നുന്ന തടസ്സങ്ങൾ വരും. ഏത് തടസ്സം വന്നാലും അവസാനം അത് നമുക്ക് സ്ട്രോങ് ആയിട്ട് ചില ആക്ഷൻസ് എടുത്ത് മുന്നോട്ട് പോകേണ്ടി വരും. ഇതിന്റെ 2 ഉദാഹരണങ്ങൾ കഴിഞ്ഞ UDF ഗവൺമെന്റ് സമയത്ത് നടക്കാതെ പോയ, പിന്നീട് ഈ പിണറായി ഗവൺമെന്റ് വന്നിട്ട് നടത്തിയ ഗ്യാസ് പൈപ്പ് ലൈൻ, അതുപോലെ തന്നെയാണ് നമുക്ക് കൂടംകുളത്തു നിന്നുള്ള ഇലക്ട്രിക്കൽ ലൈൻ. ചില തടസ്സങ്ങളൊന്നും, പക്ഷെ അതൊരു ഫേം ഡിസിഷൻ എടുക്കുമ്പോഴത്തേക്ക് പോവാം. ഉമ്മൻചാണ്ടിയുടെ സമയത്ത് വന്ന മെട്രോ ആയിരുന്നാലും വിഴിഞ്ഞം പോർട്ടായിരുന്നാലും എതിർപ്പുകളുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ ബെനിഫിറ്റ് പിന്നീടാണ് നമുക്ക് കിട്ടുന്നത്. ഇങ്ങനത്തെ പദ്ധതികൾക്ക് ഉള്ള ആ ഒരു ഇതുമായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യേണ്ടത്. അല്ലാതെ ആവശ്യമില്ലാത്ത തടസ്സങ്ങൾ ഉന്നയിക്കാൻ പാടില്ല. ശാസ്ത്രീയമായിട്ടുള്ള പ്രോബ്ലം ഉണ്ടെങ്കിൽ പറയാം. അല്ലാതെ ആർക്കെങ്കിലും ഒരാളിനൊരു തോന്നൽ വരുമ്പോഴത്തേക്ക് എതിർക്കുക എന്നുള്ളത് ശരിയായിട്ടുള്ളൊരു മാനദണ്ഡമല്ല. സാർ, ഒരു കാര്യം, ഈ 10 വർഷം മുമ്പ് ഇതിന്റെ എതിർപ്പ് ഉയർത്തിയ രാഷ്ട്രീയ പാർട്ടിയിൽ പ്രധാനികളായിരുന്നു CPI അടക്കമുള്ള കക്ഷികൾ. 10 വർഷത്തിനിപ്പുറം നമ്മൾ വീണ്ടും ഇത് ചർച്ച ചെയ്യുമ്പോഴും അന്നത്തെ അതേ നിലപാടുകൾ തന്നെയാണ് അവർക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ നഷ്ടപ്പെട്ട വർഷങ്ങൾ, മാറിയ ലോക സാഹചര്യങ്ങൾ, ബിസിനസ് സാഹചര്യങ്ങൾ, എക്കണോമിക് സിറ്റുവേഷൻ, ഇതൊന്നും മനസ്സിലാക്കാതെ വെറും അഭിപ്രായം മാത്രം ഉയരുന്നു എന്നൊരു വിഷയം കൂടി അങ്ങ് കാണുന്നുണ്ടോ ഇതിൻ്റെ അകത്ത്? ഇല്ല, ഇതിന്റെ അകത്തുള്ള ഒരു പ്രശ്നം, ചിലർക്ക് പഴയ ബാഗേജ് കൊണ്ട് നടക്കുന്നുണ്ട്. ആ ബാഗേജ് അവർക്ക് ഇറക്കി വെക്കാൻ ബുദ്ധിമുട്ടാണ്. ഓക്കെ, പക്ഷെ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം, നമ്മൾ പല കാര്യങ്ങളും ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ എതിർത്തു. ഓക്കെ, ഇന്ന് സെൽഫ് ഫിനാൻസിങ് കോളേജ് കേരളത്തിൽ വന്നു. പക്ഷെ അപ്പോഴത്തേക്കും മറ്റ് സംസ്ഥാനങ്ങളിൽ കുറെ വന്നു കഴിഞ്ഞു. മറ്റൊരു കാര്യം, നമ്മൾ ഇന്നും നമ്മുടെ ഉന്നത വിദ്യാഭ്യാസത്തിൽ മാറ്റം വരുത്താൻ സമ്മതിക്കുന്നില്ല പല രാഷ്ട്രീയ പാർട്ടിയുടെ ആൾക്കാരും. പക്ഷെ അവരുടെ മക്കൾ എവിടെയാ പഠിക്കുന്നത്, അവരുടെ മക്കൾ എവിടെയാ പഠിച്ചത്? അപ്പൊ ആ രീതിയിൽ എനിക്ക് കുഴപ്പമില്ല, പക്ഷേ മറ്റുള്ളവർക്ക് അത് പാടില്ല. പക്ഷെ ഞാൻ ഇതിനെ എതിർക്കുന്നു. എന്റെ മക്കള് സെൽഫ് ഫിനാൻസിങ്ങിലോ വിദേശത്ത് പോയി പഠിച്ചാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. മറ്റാരും ആ വിദേശ ലെവലിലുള്ള വിദ്യാഭ്യാസം കേരളത്തിൽ വരാൻ പാടില്ല. അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ ആ ഒരു മാനദണ്ഡം. ഇപ്പൊ ഇതിൽ ശരിക്കും ചെയ്യേണ്ടത്, നിങ്ങളെ പോലത്തെ ആൾക്കാർ ചെയ്യേണ്ടത്, ഇതിനെ എതിർക്കുന്ന ആൾക്കാര് അവരുടെ ഇൻട്രസ്റ്റ് എന്തുവാണെന്നുള്ളത് കണ്ടുപിടിക്കാൻ നോക്കണം. കാരണം ഡെഫിനറ്റ്ലി ഇതിലൊക്കെ ചില വെസ്റ്റഡ് ഇൻട്രസ്റ്റ് കാണും. ആ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് എന്ന് ചില ആൾക്കാർക്ക് ജനം
വളരെ പാവപ്പെട്ടവരായിട്ട് തുടരണം. കാരണം അല്ലെങ്കിൽ അവർക്ക് ആ ഗ്രൂപ്പിന്റെ ഒരു സപ്പോർട്ട് ഇല്ലാതാവും, അവരതിൽ നിന്നും പുറത്തു പോവുകയാണെങ്കിൽ. ചിലർക്ക് ചില താല്പര്യങ്ങൾ കാണും, ചിലപ്പോൾ ചില ബിസിനസ് താല്പര്യങ്ങളാകാം. അപ്പൊ അതിൽ എന്തോ ആണ് ഓരോരുത്തരുടെ താല്പര്യം എന്നുള്ളത് നിങ്ങൾ മീഡിയ എന്നുള്ളതിൽ നിങ്ങൾ കണ്ടുപിടിച്ചത് എക്സ്പോസ് ചെയ്യുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് മാറും. സാർ, ഒരു കാര്യം കൂടി, നമ്മൾ ഈ പൊളിറ്റിക്കൽ പാർട്ടികൾ അറിയാം, നമുക്ക് രാഷ്ട്രീയമാണ് അവർ നിലനിൽപ്പാണ്. പക്ഷേ ഇത്തരം വികസന വിഷയങ്ങളിൽ നിലപാട് മാറ്റേണ്ടി വന്നാൽ മാറ്റണം, അന്ന് ഞങ്ങൾക്ക് തെറ്റുപറ്റിയെങ്കിൽ തിരുത്തണം എന്നൊരു കാഴ്ചപ്പാടിലേക്ക് കൂടി ഈ മാറിയ സാഹചര്യത്തിൽ അത് മാറേണ്ടതല്ലേ? ഇല്ല, അതാണല്ലോ ഇപ്പൊ സി പി എം തന്നെയാണല്ലോ ഇതുമായിട്ട് മുന്നോട്ട് പോകും. അപ്പൊ അതിലൊരു മാറ്റം വന്നിട്ടുണ്ട്. നമ്മൾ പണ്ട് കമ്പ്യൂട്ടേഴ്സിനെ എതിർത്തു, കമ്പ്യൂട്ടേഴ്സിന്റെ മാറ്റം വന്നു. അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസിങ് എതിർത്തു, അതിന്റെ മാറ്റം വന്നു. പക്ഷെ ഈ മാറ്റങ്ങൾ വരുമ്പോഴത്തേക്കും ചിലർക്ക് ചില സ്പേസ് ഉണ്ട്, അവരുടെ സ്പേസ് നഷ്ടപ്പെടുന്നു എന്ന് തോന്നൽ വരുമ്പോഴാണ് അവർ ചില കാര്യങ്ങൾ എതിർക്കുന്നത്. കാരണം അവർക്ക് പിന്നെ വേറൊരു ഇഷ്യൂസ് വേണം. ചില പാർട്ടികളുടെ സർവൈവൽ ഇഷ്യൂസ് ബേസ്ഡ് ആയിട്ടുള്ള സർവൈവലാണ്. ആ ഇഷ്യൂസ് ഇല്ലാത്തപ്പോഴത്തേക്ക് അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പോൾ അവർ കിട്ടുന്ന ഒരു ഇഷ്യൂ റേസ് ചെയ്ത് ഒരു ഇഷ്യൂ ആക്കുക. സാറേ, ഈ ഒരു കാര്യം കൂടി, ഈ പദ്ധതിയുടെ ഒരു അടുത്ത തലത്തിലേക്ക് വരുമ്പോൾ എങ്ങനെ സീപ്ലെയിൻ കേരളത്തിൽ നടപ്പിലാക്കും? എന്തായാലും ഈ പൊളിറ്റിക്കൽ സിറ്റുവേഷൻസിനെ സർക്കാരിന് മറികടക്കാൻ കഴിയട്ടെ, അങ്ങനെ കഴിയുമെന്ന് നമുക്ക് കരുതാം. രണ്ടാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ ഈ പദ്ധതി എങ്ങനെ നടപ്പിലാക്കുമെന്ന ചോദ്യത്തിന് ഇത് പൂർണ്ണമായും ഗവൺമെന്റ് മേഖലയിൽ, സർക്കാർ മേഖലയിൽ സാധ്യമല്ല. പകരം സ്വകാര്യ കമ്പനികൾ നടപ്പിക്കട്ടെ, സർക്കാർ അവർക്ക് പൊളിറ്റിക്കൽ ഭാവി പൂർണ്ണമായിട്ടും സ്വകാര്യ മേഖലയിൽ നടത്തേണ്ടതാണ്. സർക്കാരിന് ഇതിലൊരു ഇൻവെസ്റ്റ്മെന്റ് പോലും ചെയ്യരുത്. സർക്കാർ ചെയ്യേണ്ടത് ഇൻഫ്രാസ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുക. അതായത് നമ്മൾ എയർപോർട്ട് ചെയ്യുന്നത് പോലെ ഈ അവിടെ പോർട്ടുകൾ, മറ്റേ എയർപോർട്ട് പോലെ സീപ്ലെയിനിന് വേണ്ടിയിട്ടുള്ള ബേസുകൾ അത് ഗവൺമെന്റിന്റെ ചെലവ് ചെയ്യണം. അത് സീപ്ലെയിനും യൂസ് ചെയ്യാം, ബോട്ടിങ്ങിനും യൂസ് ചെയ്യാം. അപ്പൊ അത് ഗവൺമെന്റ് ചെയ്യുക. പക്ഷേ സീപ്ലെയിൻ സർവീസസ് ഗവൺമെന്റ് നടത്താൻ പാടില്ല. കാരണം അതൊരു കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ഇതാണ്. അതിൽ തുടക്കത്തിൽ വേണമെങ്കിൽ 1-2 പേർക്ക് അവരൊരു റൈറ്റ്സ് കൊടുക്കുക. അതിന്റെ അത് ഇൻക്രീസ് ആകുമ്പോഴത്തേക്ക് പിന്നെ ആൾക്കാർക്ക്, അല്ലാതെ ഒരു 5-6 പേർക്ക് ഒരുമിച്ച് കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ പലരും അതിൽ വലിയ നഷ്ടം വന്നു പോകും. അപ്പോൾ 1-2 പേർക്ക് കൊടുക്കുക, പിന്നെ ഗവൺമെന്റ് അത് വെച്ചു. പിന്നെ ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നത്, ഗവൺമെന്റ് ജീവനക്കാരുടെ യാത്ര അല്ലെങ്കിൽ സീനിയർ ആൾക്കാരുടെ യാത്രയ്ക്ക് അതില് അവർക്ക് ഒരു ലെവൽ ഓഫ് ബിസിനസ് കൊടുക്കാന്നുള്ള രീതിയിലുള്ള കമ്മിറ്റ്മെന്റ് വേണമെങ്കിൽ ഗവൺമെന്റിന് ചെയ്യാം. സാർ, ഈ പദ്ധതിയെ എതിർക്കുന്നവർ ഇപ്പോഴും പറയുന്ന കാര്യം ഇത് ഇക്കണോമിക്കലി വയബിൾ അല്ല. കേരളത്തിൽ, ലോകത്ത് ഒരു രാജ്യങ്ങളിലും അത് വയബിളായ റിപ്പോർട്ടുകളില്ല എന്ന വാദമൊക്കെയാണ് ഉയർത്തുന്നത്. അതിലെന്തെങ്കിലും വസ്തുതയുണ്ടോ? ഇല്ല, ചില സ്ഥലങ്ങളിൽ വയബിൾ ആവില്ല. പക്ഷെ ഇപ്പൊ നമുക്ക് കേരളത്തിൽ അത് വയബിൾ ആവുക എന്ന് പറയാം. നമുക്ക് കേരളത്തിൽ വരേണ്ട ടൂറിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഹൈ പേയിങ് ടൂറിസ്റ്റ് ആണ് നമുക്ക് ആകർഷിക്കേണ്ടത്. നമുക്ക് ഈ ബാക്ക് പാക്കേഴ്സോ ഈ വലിയ ഇതിൽ വരുന്ന മീൻസ് ചെറിയ എമൗണ്ട്സ് സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരെ അല്ല നമുക്ക് വേണ്ടത്. നമുക്ക് ഹൈ പേയിങ് ടൂറിസ്റ്റ് ആണ് വരുന്നത്. അപ്പൊ അങ്ങനെ വരുന്നവരെ അതിലൊരു ചെറിയ വിഭാഗം ഇതിലേക്ക് വരികയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇത് ഗവൺമെന്റ് പറയേണ്ട കാര്യമില്ല. ഒരു പ്രൈവറ്റ് സെക്ടറുകാരും വന്ന് ഇൻവെസ്റ്റ് ചെയ്യല്ലേ ഫോർ ദി സീപ്ലെയിൻ സർവീസ്. അപ്പൊ അത് അവർ നഷ്ടപ്പെടാൻ അവർ സഹിച്ചുള്ള ഗവൺമെന്റിന്റെ നമുക്കെന്താ പ്രശ്നം? അത് പ്രോഫിറ്റബിൾ ആയതുകൊണ്ടല്ലേ കമ്പനികൾ അതിനുവേണ്ടി മുന്നോട്ട് വരുന്നത്. ഓക്കെ, താങ്ക് യു സാർ, എന്തായാലും ഈ വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞതിന്.